വാർത്ത തടയുന്നത് എന്തിന്? വസ്തുതാപരമായ റിപ്പോർട്ടിംഗ് എങ്ങനെ തെറ്റാകും? ദിലീപിനോട് ചോദ്യങ്ങളുമായി ഹൈക്കോടതി. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ റിപ്പോർട്ടർ ടിവിയുടെ വാർത്തകൾ തടയണമെന്നുള്ള ദിലീപിന്റെ ആവശ്യത്തിനെതിരെ ഹൈക്കോടതി. പ്രതിയായ ദിലീപിന്റെ പേര് റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് കുറ്റകൃത്യമാവുക എന്ന് ദിലീപിനോട് ഹൈക്കോടതി ചോദിക്കുകയാണ്. വിചാരണയുടെ വസ്തുതാപരമായ റിപ്പോർട്ടിംഗ് എങ്ങനെ തെറ്റാകും? പ്രതിയുടെ പേര് പറയുന്നതിൽ നിയമത്തിൽ എവിടെയാണ് വിലക്ക് എന്നും കോടതി ചോദിച്ചു. ശ്യാം ദേവരാജ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ശ്യാം, അപ്പോൾ ദിലീപ് പരമാവധി ശ്രമിക്കുകയാണ്. തനിക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി കോടതിയിൽ നിന്ന് ഉണ്ടാകുമെന്ന് അയാൾ കരുതി. പക്ഷേ ദിലീപിന് വലിയ തിരിച്ചടിയല്ലേ ശരിക്കും ഉണ്ടായിട്ടുള്ളത്? അതോടൊപ്പം മാധ്യമ സ്വാതന്ത്ര്യത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയല്ലേ ഹൈക്കോടതി? കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ വിചാരണയ്ക്കിടെയാണ് 2022 ഈ സാക്ഷികളായ സിദ്ദീഖ്, ഭാമ, ഇടവേള ബാബു ഉൾപ്പെടെ 28 പേർ കൂറുമാറി എന്ന കാര്യം റിപ്പോർട്ടർ ടിവി റിപ്പോർട്ട് ചെയ്തത്. ആർ റോഷിപാൽ, നമ്മുടെ തിരുവനന്തപുരം ബ്യൂറോയിലെ റിപ്പോർട്ടർ ആർ റോഷിപാലാണ് അക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടർ ടിവി നൽകുന്ന വാർത്തകൾ, ഈ ആക്രമിച്ച കേസിലെ ഈ കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾ തടയണമെന്ന ആവശ്യമാണ് ദിലീപ് ഹൈക്കോടതിയിൽ ഉയർത്തിയത്. ഈ ഹർജി പരിഗണിക്കവെയാണ് ദിലീപിനോട് ഹൈക്കോടതി ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. പ്രതിയായ ദിലീപിന്റെ പേര് റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെ കുറ്റകൃത്യമാകും? പ്രതിയുടെ അറസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെ തെറ്റാകും? വിചാരണയുടെ വസ്തുതാപരമായ റിപ്പോർട്ടിംഗ് എങ്ങനെ തെറ്റാകും? പ്രതിയുടെ പേര് പറയുന്നതിന് നിയമത്തിൽ എവിടെയാണ് വിലക്ക് എന്നടക്കമുള്ള ചോദ്യങ്ങൾ ദിലീപിന്റെ അഭിഭാഷകനോട് ഹൈക്കോടതി ചോദിക്കുന്നത്. നിയമത്തിൽ ഒരിടത്തും വിലക്കില്ല എന്ന കാര്യം കൂടി ഹൈക്കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. വിചാരണ ആരംഭിച്ചു, സാക്ഷികളെ വിസ്തരിച്ചു, സാക്ഷികൾ കൂറുമാറി, ഇത്തരം എന്നൊക്കെ ഉള്ള റിപ്പോർട്ടിംഗ് എങ്ങനെ തെറ്റാകുമെന്ന കാര്യവും കൂടിയാണ് ദിലീപിനോട് ഹൈക്കോടതി ചോദിച്ചത്. പ്രതിയുടെ പേര് പറയുന്നതിലൂടെ പരാതിക്കാരിയെ ഈ കേസിൽ തിരിച്ചറിയാൻ കഴിയില്ല. തെറ്റായ റിപ്പോർട്ടിംഗ് നടത്തിയിട്ടുണ്ടോ എന്ന് മാത്രമാണ് പരിശോധിക്കേണ്ടതെന്ന കാര്യവും കൂടി വ്യക്തമാക്കുകയും ചെയ്തു. കോടതി ലക്ഷ്യ കേസ് മാത്രമല്ലേ പരിഹാരമാർഗമെന്നാണ് ദിലീപിന്റെ അഭിഭാഷകനോട് ഹൈക്കോടതി ചോദിക്കുകയും ചെയ്തത്. കോടതി ലക്ഷ്യ കേസ് വിചാരണ കോടതിയുടെ പരിഗണനയിലാണ് എന്ന് റിപ്പോർട്ടർ ടിവിയുടെ മുൻ CEO, എഡിറ്റർ ഇൻ ചീഫ് ആയിട്ടുള്ള MV നികേഷ് കുമാറിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ചീത്തു ഉദയഭാനു ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തു. ഈ കേസുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ടിവിക്കെതിരെ 4 കേസുകളാണ് എടുത്ത്. ഈ കേസിന്റെ അന്വേഷണത്തിന്റെ തൽസ്ഥിതി വിവരം അറിയിക്കണം എന്ന നിർദ്ദേശവും കൂടി പോലീസിനോട്, സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. ശരി, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.